ടീച്ചറെ ടീച്ചറെ വിളിച്ചിട്ടുണ്ടായില്ല, ഫോൺ എടുത്തില്ല. കുറച്ച് തിരക്കിലായിരുന്നു. ആണോ? എന്നാ പിന്നെ തിരിച്ചു വിളിക്കാറില്ലേ? സൗകര്യം ഇല്ലായിരുന്നു. നിനക്ക് എന്തായാലും പ്രേമമാണോ? പ്രേമോ? ടീച്ചർ എന്തൊക്കെ പറയണേ? കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ രോഹിത്തെ. നീ ഓരോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുറത്തിറങ്ങി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. താൻ നല്ല ആളാന്ന് ചോദിച്ചിട്ട് തന്നോട് സംസാരിക്കാൻ വന്നത്. മതി, ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. ടീച്ചറെ ടീച്ചർ കേട്ടാ പറ്റിയോ? എനിക്ക് ടീച്ചർ ഇഷ്ടമാണ്. പക്ഷെ ഇത് ഞാൻ ആരോടും പറഞ്ഞു നടന്നിട്ടൊന്നുമില്ല. ഒരു അവസരം കേട്ടും പറയാന്ന് വിചാരിച്ചു. തനിക്കൊരു പ്രേമുണ്ടായിരുന്നു. വീട്ടുകാർ സമ്മതിക്കാത്തോണ്ട് അത് നടന്നില്ല. ഇപ്പോഴേ അയാളാണെങ്കിൽ വേറെ കല്യാണം കഴിച്ചു. അതിന്റെ വീട്ടിൽ ജീവിതകാലം മൊത്തം ഇങ്ങനെ നടക്കാനുള്ളതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇവിടെ താൻ വിചാരിക്കുന്ന പോലത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. അതിൽ നിന്ന് പുറത്തു വരാൻ കുറെ സമയം എടുത്തു. അതിന്റെ പുറമെ നാട്ടുകാർ പറയുന്ന ഒരു കഥകളും. ടീച്ചർ ഉപദേശിക്കാനുള്ള പഠിപ്പ് വിവരമൊന്നും എനിക്കില്ല. ഈ പറവൂരിട്ട് പുറത്തെങ്ങും പോയിട്ടുമില്ല. പിന്നെ ആകെ അതിലുള്ളത് ഒരു ഓട്ടോ. അത് ഈ ടൗണിൽ ഒരു 10 റൗണ്ട് ഇറങ്ങിയ തൽക്കാലം ഒരു വലുതായി നമ്മളൊക്കെ എനിക്ക് അതിന് കിട്ടും. ടീച്ചറെ കല്യാണം കഴിച്ചോട്ടെ? അല്ല, പെട്ടെന്നൊരു തീരുമാനം പറയണമെന്നില്ല. സാവധാനമൊക്കെ ആലോചിച്ചിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. രോഹിത്, പിന്നെ നാട്ടിലെന്തോ കഥകളുടെ കാര്യം പറഞ്ഞില്ലേ, അതൊന്നും ആലോചിച്ച് ടെൻഷനാവണ്ട. അതൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഞങ്ങൾ തന്നെ. അപ്പോ സമ്മതമാണെങ്കിൽ എൻ്റെ അമ്മയെ വീട്ടിലോട്ട് ഓക്കെ അല്ലേ?